ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. അപ്പോൾ കേട്ടറ്റ് എക്സാംസിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസിന്റെ തിരക്കിലായിരിക്കും അല്ലെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസിന് ഒരു മുതൽക്കൂട്ട് എന്ന പോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചു തന്നിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററിയിലും മിഡീവൽ, ആൻഷ്യൻ, മോഡേൺ പീരീഡ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആൻഡ് മൂവ്മെന്റ്സ്, അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ. ഇതിൽ പറയാതെ തന്നെ ഒരു പോയിന്റ് ആണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗോത്തിക് സ്റ്റൈൽ റെപ്രസെന്റ്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വേൾഡ് ഹിസ്റ്ററി പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിഡീവൽ ഹിസ്റ്ററിയിലും നിർണായകമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട് 3 തരത്തിലുള്ള സ്റ്റൈൽ ഉണ്ട് അല്ലേ? റൊമൻസ്ക്യൂ സ്റ്റൈല്, ഗോത്തിക് സ്റ്റൈല്, കാരോലിഞ്ചിയൻ സ്റ്റൈല് അല്ലേ? അപ്പൊ ഇതില് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആർക്കിടെക്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ ഗോത്തിക് സ്റ്റൈൽ എന്ന് നമുക്ക് കൂടുതലും നോക്കാം. അപ്പൊ ഗോത്തിക് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയില് 16th സെഞ്ചുറിയിൽ പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിനെയാണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് ചർച്ച്, ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ബോംസ് ജീസസ് ചർച്ചും ഒക്കെ തന്നെ ഗോത്തിക് സ്റ്റൈലിന് ഉദാഹരണങ്ങളാണ്. ഇനി മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഗോത്തിക് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിഡീവൽ യൂറോപ്യൻ സ്റ്റൈല് ആൻഡ് the style is characterized by pointed arcs, large windows and focus on decorations. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് പോയിന്റഡ് ആർക്കുകൾ, അതേപോലെ തന്നെ ലാർജ് വിൻഡോസും ഡെക്കറേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഡെക്കറേഷൻസിനൊക്കെ പുറമെ തന്നെ ഇറ്റ്സ് ഓൾസോ റെപ്രസെന്റ് എ കണക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഹെവൻ ആൻഡ് ദ സ്പിരിച്വൽ ആസ്പിറേഷൻ ഓഫ് ദ ടൈം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ കുഷാന റൂളർ? മുൻ വർഷങ്ങളിൽ ഇതേ ക്വസ്റ്റ്യൻസ്, അതായത് കുഷാന റൂളറിന് പകരം ഗുപ്ത റൂളറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ വർധന ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ടവരെ കുറിച്ചിട്ടും ശാക ഡൈനസ്റ്റിയിലെ ഭരണാധികാരികളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് മാറി മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെ കുഷാന റൂളർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് സമുദ്രഗുപ്ത, ഹർഷവർദ്ധന, രുദ്രദാമൻ ആൻഡ് കനിഷ്കയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കനിഷ്കയാണ്. ഹി ഈസ് ദ മോസ്റ്റ് പ്രോമിനന്റ് റൂളർ ഓഫ് കുഷാന ഡൈനസ്റ്റി. സമുദ്രഗുപ്ത എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഗുപ്ത ഡൈനസ്റ്റിയിലെ പ്രമുഖനായിട്ടുള്ള ഭരണാധികാരിയാണ്. ഹർഷവർദ്ധന വർധന ഡൈനസ്റ്റിയിലും രുദ്രദാമൻ എന്ന് പറയുന്നത് ശാക ഡൈനസ്റ്റിയിലും ഉൾപ്പെട്ട രാജാക്കന്മാരാണ്. പ്രീവിയസ് എക്സാംസ് ഒക്കെ ചെക്ക് ചെയ്താൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് റിവോൾട്ട് 1857. അതിൽ എടുത്തു പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ കോസ് ഓഫ് റിവോൾട്ട് 1857? അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഒരുപാടാണ്. ഒന്നിലേറെ കാരണങ്ങളാണ് ഈ ഒരു റിവോൾട്ട് 1857ലേക്ക് നയിച്ചത്. അതിലെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം, അതായത് പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ശിപ്പായി ലഹളയെ തുടർന്നിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷേ ഇതിൽ നമുക്ക് ഓപ്ഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുണ്ട്, ഡോക്ട്രിൻ ഓഫ് ലാപ്സെ, സോഷ്യൽ റീഫോംസ്, അനക്സേഷൻ ഓഫ് അവധ് തുടങ്ങിയിട്ടുള്ളവയാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ദത്താവകാശ നിരോധന നിയമമാണ്. So, the doctrine of lapse was the major cause of revolt 1857 and the doctrine of lapse was a policy of annexation that the British East India Company used to take over the princely status. അതായത് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. അതായത്
പുരുഷന്മാർ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ അവിടുത്തെ രാജാക്കന്മാരുടെ മരണാനന്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കലേക്ക് വന്നു ചേരും എന്നുള്ളതായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സയിലൂടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ലെഡ് ദ റിവോൾട്ട് 1857 ഇൻ കാൺപൂർ. അപ്പൊ കാൺപൂരിൽ ആരാണ് 1857 റിവോൾട്ടിനെ നയിച്ചത്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാനാ സാഹിബ് ആണ് കാൺപൂരിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹിയില് ബഹദൂർ ഷായും അതേപോലെ തന്നെ ബാക്കു സിംഗുമായിരുന്നു റിവോൾട്ട് 1857 ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലക്നൌല് ബീഗം ഹസ്രത്ത് മഹൽ ആൻഡ് ബ്രിജിസ് ഖൊയ്ദാർ ആയിരുന്നു. ദെൻ ഝാൻസിയില് ലക്ഷ്മിബായി, അറ ദാറ്റ് മീൻസ് ബീഹാറില് ഖുറാൻ സിംഗ് ആയിരുന്നു, കൗൾ സിംഗ് ആയിരുന്നു. ആൻഡ് അലഹബാദില് ലിയാഖത്ത് അലിയും, ബറേലിയില് ഖാൻ ബഹദൂറും, ഒറീസയില് സുരേന്ദ്ര സാഹി ആൻഡ് ഉജ്വൽ സ്വാഹിയുമായിരുന്നു ലീഡേഴ്സ് ഓഫ് റിവോൾട്ട് 1857 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രീ ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് ഐന്തിനൈസിനെ കുറിച്ചിട്ടുള്ളത്, അതായത് തിന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്കറിയാം പ്രീ ഹിസ്റ്ററിക്കകത്ത് വരുന്ന തിന, കുലശേഖരാസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഏരിയാസ്. അതിൽ തിനയിൽ നിന്നുമുള്ള കുറച്ച് പോർഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Which among the following is the geographical features of the Tinai is called Palai? Dryland, coastal area, forest and wetland. അപ്പോൾ നമുക്കറിയാം ഐന്തിനൈസ് എന്ന് പറയുന്നത് അല്ലെ, അതിൽ ഓരോ തിനസ് എന്ന് പറയുന്നത് ഓരോ കൾച്ചർ, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഗോഡ്, ഗോഡസ്, ഒക്കുപ്പേഷൻസ് വ്യത്യസ്തം. അങ്ങനെ ഓരോ പീപ്പിൾസ് അല്ലെങ്കിൽ ഓരോ തിനയിലും ഓരോ കാര്യങ്ങളും എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലെ. ഈവൻ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് 5 തിനേസ് എന്ന് പറയുന്നത് കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ ആൻഡ് പാലൈ എന്നിങ്ങനെയാണ്. അപ്പോൾ പാലൈ എന്ന് പറയുന്ന തിനയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറിഞ്ഞി എന്ന് പറയുന്ന തിനയിൽ ഹില്ലി ഓർ മൗണ്ടൻ റീജിയൻസ് ആണ്, മുല്ലൈ ഫോറസ്റ്റ് ഓർ പാസ്റ്ററൽ റീജിയൻസ്, മരുതം ഫെർട്ടൈൽ റിവറൈൻ വാലീസ്, നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആൻഡ് പാലൈ ഡെസർട്ട് റീജിയൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡെസർട്ട് റീജിയൻ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത് പാലൈ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വരണ്ട പ്രദേശം അല്ലെങ്കിൽ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളാണ് പാലൈ എന്ന് പറയുന്ന ഡ്രൈ ലാൻഡ് എന്ന് പറയുന്നത്. കുറിഞ്ഞി എന്ന് പറയുന്നത് മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് കുറിഞ്ഞി. മുല്ലൈ എന്ന് പറയുന്നത് വനങ്ങളും അതുപോലെ തന്നെ കാലിമേയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രദേശങ്ങളാണ് മുല്ലൈ. മരുതം എന്ന് പറയുന്നത് നദീതീരങ്ങളിലുള്ള വളക്കൂറുള്ള മണ്ണുൾപ്പെടുന്ന സ്ഥലങ്ങളാണ് മരുതം. നെയ്തൽ എന്ന് പറയുന്നത് നദീതീരങ്ങളാണ്, അതായത് പ്രത്യേകിച്ചും കോസ്റ്റൽ റീജിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് നെയ്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഐന്തിനേസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ തിനേസിനും ഓരോ വ്യത്യസ്തമാണ്, ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് ഓർക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. Third estate declared themselves as a national assembly of France, and they assembled the tennis court nearby and so not to leave until they had framed a constitution of France, and this event is known as tennis court oath. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അത് ഓർക്കുക, ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്രാൻസിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കുകയും അതിൽ ആദ്യത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രഭുക്കന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗക്കാരും തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസും അതായത് തൊഴിലാളികളും പീസൻസും അതായത് കർഷകരും ഒക്കെ ഉൾപ്പെടുന്നതായിരുന്നു തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒരു നാഷണൽ അസംബ്ലി കൂടുകയും അതായത് ടെന്നീസ് കോർട്ടിനടുത്താണ് ഈ ഒരു കൂട്ടമായി വരികയും അവിടെ വെച്ച് അവരൊരു ശപഥം എടുക്കുകയും ചെയ്തു. ഫ്രാൻസിന് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിട്ടേ അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുള്ളൂ എന്ന്. സോ ഈ ഒരു ശപഥം അല്ലെങ്കിൽ ഈ ഒരു പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഫ്രാൻസിലെ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. 14 ജൂലൈ 1789 എന്ന് പറയുന്നത്
revolutionary storms with the slogan liberty, equality and fraternity. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് 1789 അന്നാണ് ബാസ്ലിൻ പ്രിസൺ തകർക്കപ്പെട്ടത്. അത് ഇറ്റ്സ് എ സിംബൽ ഓഫ് Bourbon monarchy and this event is considered as a commencement of French Revolution. അപ്പോൾ ബാസ്റ്റിയൻ കോട്ട തകർക്കപ്പെട്ടതോട് കൂടിയിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ചത് എന്നാണ് കരുതാക്കപ്പെടുന്നത്. അതേപോലെ ഓഗസ്റ്റ് 12, 1789 എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു, ഒരു ഡിക്ലറേഷൻ പാസ്സാക്കുകയും റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്നുള്ള രീതിയിലൊരു ഡിക്ലറേഷൻ പാസ്സാക്കി. ഇനി ഒക്ടോബർ 1789 thousands of women marched പാരീസ് on the place of Versailles with the slogan give us a bread. അതായത് പട്ടിണിയും പരിവട്ടവുമായി കിടന്ന ഫ്രാൻസിലെ വുമൻസ്, അതായത് സ്ത്രീകള് തെരുവോരങ്ങളിൽ എന്ത് ചെയ്തു, ആഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു പ്രക്ഷോഭം ഉണ്ടായി. സെപ്റ്റംബർ 1792 എന്ന് പറയുന്നത് നാഷണൽ കൺവെൻഷൻ ഫ്രോംഡ് where the new constitution proclaimed the France as a republic. അപ്പോൾ ഫ്രാൻസിനെ റിപ്പബ്ലിക് ആക്കി പ്രഖ്യാപിച്ചത് 1792 ഇത്രയും ഇയർ നോക്കി വെക്കുക. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അതും നോക്കി വെക്കുക. അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാർപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എടുത്തു പറയേണ്ട കുറച്ച് പോർഷനിലൊന്നാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, മഹാസ്നാനഘട്ടം. അപ്പൊ മഹാസ്നാനഘട്ടം എവിടെ നിന്നാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? മോഹൻജിദാരയിലാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളതാണ്. സമത്വ സമാജമാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പം വൈകുണ്ഠ സ്വാമികളുടെ മറ്റൊരു പേരാണ് മുടിച്ചിടും പെരുമാൾ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനന സ്ഥലം എന്ന് പറയുന്നത് നാഗർകോവിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണത്തെ നീചന്റെ ഭരണമെന്ന്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തതും അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാപനം അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിതമാക്കിയതാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സംഘം ഏജും, അതായത് കേരള ഹിസ്റ്ററിയിലെ സംഘം ഏജുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോർഷനാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ജോഗ്രഫിക്കൽ ഫീച്ചർ തിനൈറ്റ് കാൾഡ് പാലെ. ഇപ്പൊ പാലെ എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ പ്രത്യേകത എന്തെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഐന്ദണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറിഞ്ഞി, ഹില്ലി ഓർ മൗണ്ടെയിൻ ഏരിയാസ് ആണ് കുറിഞ്ചി എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. മരുതം എന്ന് പറയുന്നത് ഫെർട്ടിൽ റിവറൈൻ വാലി ആണ്. നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ്. പാലൈ എന്ന് പറയുന്ന പ്രദേശം ഡെസർട്ട് ആണ്. അപ്പോൾ ഡെസർട്ട് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ഡ്രൈലാൻഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഉൾപ്പെടുന്നതാണ് അറ്റ്മോസ്ഫിയറിലെ ടോപ്പിക്കുകൾ, ലിത്തോസ്ഫിയർ, അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ, മോഡേൺ ടെക്നിക്സ്, കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡ്, ഫിസിക്കൽ ആസ്പെക്ട്, എക്കണോമിക് ആസ്പെക്ട്, ഹ്യൂമൻ ആസ്പെക്ട്, മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡി. ഇതെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അതായത് ഈ ഒരു 15 മാർക്ക് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ മൊഡ്യൂളും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ തന്നെ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പ്രധാന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ ആൻഡ് കമ്പോസിഷൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റുകൾ, ടെമ്പറേച്ചർ സോണുകൾ, അത് നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ലിത്തോസ്ഫിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലിത്തോസ്ഫിയറിൽ ഇന്റീരിയർ ഓഫ് ദി എർത്ത് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ പ്ലേറ്റ് മൂവ്മെന്റ്സ്, എർത്ത്ക്വേക്ക്, വോൾക്കാനോസ്, ആ ഒരു കാര്യങ്ങളും പഠിക്കുക. പിന്നെ ലിത്തോസ്ഫിയർ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അധികം മെനക്കെടാത്തൊരു പോർഷനാണ് ഈ പറഞ്ഞ ഇന്റർവെൻഷൻ ഓഫ് മൻ, അതായത് മനുഷ്യൻ മൂലം ലിത്തോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിൽ മണ്ണിനെ കുറിച്ചിട്ട്, അതായത് സോയിൽ ഡേ ഒക്കെ എന്നാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോസ്ഫിയറിൽ നമ്മൾ ആദ്യമേ തന്നെ ഓഷ്യൻസ്, കറന്റ്സ്, ടൈഡ്സ്, ആ ഒരു പോർഷൻസ് അറിഞ്ഞു വെക്കുക. പിന്നീട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊരു പോർഷൻ. മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫിക്കകത്ത് റിമോട്ട് സെൻസിങ്ങും അതുപോലെ തന്നെ GPS കുറിച്ചിട്ടും അതിൽ വന്നിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
എല്ലായ്പ്പോഴും വരാറുള്ളതാണ്. കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡ്, അത് ഓരോ കോണ്ടിനെന്റിന്റെയും സ്പെഷ്യാലിറ്റി അറിഞ്ഞു തന്നെ പഠിച്ചു പോവുക. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിക്കൽ ആസ്പെക്ട്, ഇക്കണോമിക് ആസ്പെക്ട്, ഹ്യൂമൻ ആസ്പെക്ട്. ഇതിൽ ഫിസിക്കൽ ആസ്പെക്റ്റിനകത്ത് സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്തൊരു പോർഷനാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചിട്ട്. ലൊക്കേഷന് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അത് വിത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ആണ് മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. ദെൻ ഇക്കണോമിക് ആസ്പെക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും അതിലും വരാറുള്ള ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രോപ്പുകൾ, അതിന്റെ ഓരോ സീസൺ, ഇപ്പം ഖാരിഫ്, റാബി, അങ്ങനെ പല ഇനം വിള കാലയളവുണ്ടല്ലോ. അപ്പം ആ കാലയളവും ആ സമയത്ത് ഉത്പാദിപ്പിക്കുന്ന പ്രധാന വിളകളും ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓരോ ഇൻഡസ്ട്രികൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ചണത്തിന്റെ ഇൻഡസ്ട്രികളുണ്ട്, കരിമ്പിന്റെ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻഡസ്ട്രികളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇക്കണോമിക് ആസ്പെക്റ്റിനകത്ത് തന്നെ വരുന്നൊരു പോർഷനാണ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ. ഹ്യൂമൻ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സെൻസസ് റിപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. അതായത് സെക്സ് ഇഷ്യൂ, അതുപോലെ തന്നെ ഹ്യൂമൻ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടാറുള്ളത്. പിന്നെ മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റും ആ ഒരു പോർഷനകത്ത് വരുന്നുണ്ട്. ദെൻ മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡിക്കകത്ത് എല്ലാം അറിഞ്ഞിരിക്കണം. അതായത് മാപ്പിന്റെ സ്കെയിൽ, ഡയറക്ഷൻ, പിന്നെ മാപ്പിനെ കുറിച്ചിട്ടുള്ള നോളജ്, അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ കൊണ്ടൂർ, അതായത് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ. അപ്പൊ നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ പ്രധാനമായിട്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അതുപോലെ തന്നെ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഓരോന്നിന്റെയും ദൂരവും, അതായത് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ ഓരോ അന്തരീക്ഷ പാളിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുമൊക്കെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എസ്പെഷ്യലി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ സാറ്റലൈറ്റുകളാണ് ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് ഈ പിക്ചർ തന്നിരിക്കുന്നത് പോലെ തന്നെ മാപ്പാണ്. മുടങ്ങാതെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാപ്പിന്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ സ്കെയില്, മെഷർമെന്റ് രീതികൾ, അതോടൊപ്പം തന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ മാപ്പിലെ ഓരോ ഇൻഡിക്കേഷൻസുകൾ, അതായത് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് മുടങ്ങാതെ വരുന്ന ഒരു പോർഷനാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ ഹിമാലയൻ, ഇന്ത്യൻ റിവേഴ്സ്, ഉപഭൂഖണ്ഡങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെയുള്ള പോർഷൻസ് റിപ്പീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇക്കണോമിക്സിൽ RBI ആണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3യുടെ ജോഗ്രഫി, സോഷ്യൽ സയൻസിന്റെ ജോഗ്രഫി പോർഷനിൽ എല്ലാ തവണയും നമുക്ക് മസ്റ്റ് ആയിട്ട് വരുമെന്ന് ഉറപ്പുള്ള ഒന്നാണ് അന്തരീക്ഷ പാളികൾ അഥവാ അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 അന്തരീക്ഷ പാളികളാണ് ഉള്ളത്. അപ്പം ഓരോ അന്തരീക്ഷ പാളിയിലും ഓരോ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുപോലെ അവയുടെ ഉയരം എത്ര എന്നുള്ളത്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് അവ സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നോർമൽ ലാബ് സ്റ്റേറ്റ് ആണ് ട്രോപ്പോസ്ഫിയറിൻ്റെത് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവുകയാണ്. ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൾഡസ്റ്റ് ലെയർ ആണ്. ഇപ്പൊ മീസോസ്ഫിയറിലെന്ന് പറയുന്നത് തണുപ്പ് കൂടുതലുള്ള ഒരു ലെയർ ആണെന്ന് പറയുന്നത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തെർമോസ്ഫിയറിലോട്ട് പോവുകയാണെങ്കിൽ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷതാപം ഏറ്റവും കൂടുതലായിട്ടുള്ള ഏരിയ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ തെർമോസ്ഫിയറിനെയാണ് അയണോസ്ഫിയർ എന്ന് കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ നോർമൽ ലാബ് സ്റ്റേറ്റ്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് കോൾഡസ്റ്റ് ലെയർ ആണ്. ആൻഡ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണോസ്ഫിയർ എന്നുകൂടി ഒരു
പേരുണ്ട്. ഇനി എക്സോസ്ഫിയറിലോട്ട് പോവുകയാണെങ്കിൽ സാറ്റലൈറ്റും അതുപോലെ സ്പേസ് ഷിപ്പും ഒക്കെ എക്സോസ്ഫിയറിലാണ് ഉള്ളത്. അടുത്തൊരു പോർഷൻ ആണ് എക്കണോമിക്സ്. എക്കണോമിക്സിന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആകെയുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് 5 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് നിന്നും ഏകദേശം നമുക്കൊരു 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് ഉൾപ്പെടുന്ന പോർഷൻസ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും കമ്പോണൻസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും. ഇനി സെക്ടേഴ്സ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ച്, ഇന്ത്യ ആൻഡ് കേരള. അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. ഇനി ഈ ഓരോ സെക്ടേഴ്സിന്റെ നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷനും പ്രൈവറ്റ്, പബ്ലിക്, ജോയിന്റ് സെക്ടറിന്റെ റോളും ഫുഡ് സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ചിട്ടും ബാങ്കിങ് രീതികളെ കുറിച്ചിട്ടും നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്, എസ്പെഷ്യലി RBIയുടെ കുറേയേറെ പോയിന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗ്ലോബലൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ്, ഫോറിൻ ക്യാപിറ്റൽ, ഡിഫറെൻറ്റ് ടൈപ്പ്, ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IMF, IBRD, GATT, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ ഇക്കണോമിക് പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏത് വർഷം എടുത്ത് നിങ്ങൾ നോക്കിയാലും അതിനകത്ത് RBIയുടെ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. എസ്പെഷ്യലി ഫങ്ഷൻസ് ആണ് ഏറിയ പങ്കും വരുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിനകത്ത് RBIയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് കണ്ടെത്തുക. അപ്പം ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, ബാങ്കിങ് സൂപ്പർവിഷൻ, കൺട്രോളിങ് ഇൻഫ്ലേഷൻ, അക്സെപ്റ്റിംഗ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് അക്സെപ്റ്റിംഗ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ആണ്. കാരണം ഇതൊരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അതായത് ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ടുള്ള RBI ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും RBIയുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? കറൻസി ഇഷ്യൂ ചെയ്യുക, അതായത് നാണയങ്ങൾ ഒഴികെയുള്ള കറൻസീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ് അല്ലെ. അതുപോലെ ബാങ്ക് ടു ദി ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? RBI ആണ്. അതുപോലെ മറ്റ് ബാങ്കുകളുടെ എല്ലാം തന്നെ നിയന്ത്രണം ആർക്കാണുള്ളത്? RBIക്കാണ്. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിലാണ്. ആൻഡ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ ഇക്കണോമി, അപ്പൊ നമ്മുടെ രാജ്യത്തെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിന്റെ ഇടയ്ക്ക് ഒരിക്കലും എന്ത് വരത്തില്ല, ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് RBIക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. സോ ഓപ്ഷൻ D ആണ് ഇതിനെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ D ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ എല്ലാം തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയെന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 32 ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 പ്രകാരം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഏതൊരു വ്യക്തിക്കും, അതായത് എവറി സിറ്റിസൺ ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വിച്ച് ഇൻക്ലൂഡ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതുപോലെ തന്നെ നിയമത്തിന്റെ സംരക്ഷണം എല്ലാവർക്കും തുല്യമായി ഉറപ്പുവരുത്തുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അപ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. സോ അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പഞ്ചായത്ത് രാജ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ 73 ആൻഡ് 74 എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകൾ, അമെൻമെന്റ്സ്. പ്രധാനമായിട്ടും അതിൽ 73rd അമെൻമെന്റ് ആണ്. 1992 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ PRI വന്നത് എന്നൊരു സിസ്റ്റം വന്നത്. റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, 3 ടയർ സ്ട്രക്ചർ ആണ്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ നിന്നും
ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ രീതിയിലോട്ടും, ഇനി നഗരങ്ങളാണെങ്കിൽ അതായത് സിറ്റീസ് ആണെങ്കിൽ നഗരപാലിക, അതേപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ ലെവലിലുമാണ് ഭരണം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം റിവിഷനിൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇത്തരത്തിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് കേട്ടറ്റ് കാറ്റഗറി 2 and 3 സോഷ്യൽ സയൻസ്, അതിനു പുറമെ തന്നെ സീറ്റഡ് ക്ലാസ്സുകൾക്ക് സെറ്റ്, നെറ്റ്, HSA, HSST തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.